നമസ്കാരം. പുനർജനി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീഷിനെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകളില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ CBI കൊണ്ട് കുടുക്കി രാഷ്ട്രീയമായി തളയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം പാളിയിരിക്കുകയാണ്. 2018 പ്രളയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ട് ശേഖരണമാണ് വിവാദത്തിന് ആധാരം. അതേസമയം സാങ്കേതികമായി തന്നെ CBI കേസെടുക്കാൻ കടമ്പകൾ ഏറെയാണ്. പുനർജനി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന വിജിലൻസ് ശുപാർശ നടപ്പിലാക്കാൻ നിരവധി തടസ്സങ്ങളുണ്ട്. CBI സാധാരണയായി 3 കോടി രൂപയുടെയെങ്കിലും സാമ്പത്തിക വെട്ടിപ്പ് കേസുകൾ മാത്രമാണ് ഏറ്റെടുക്കാറുള്ളത്. നിലവിലെ പരാതിയിൽ വിദേശത്തു നിന്നും ശേഖരിച്ച 25 ലക്ഷം രൂപയുടെ പണപ്പിരിവ് നടന്നതിനെക്കുറിച്ചുള്ള ആരോപണമാണുള്ളത്. ഉദ്യോഗസ്ഥരുടെ കുറവും കേസുകളുടെ ആധിക്യവും കാരണമാണ് ഇത്തരം സാമ്പത്തിക പരിധികൾ CBI നിശ്ചയിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണെന്നാണ് പരാതിയിൽ പറയുന്നത്. UK നടന്ന പരിപാടിയിൽ ഓരോരുത്തരോടും 500 പൗണ്ട് വീതം നൽകാൻ സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും സമാഹരിച്ച തുക സതീശന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നും പകരം മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയതെന്നും വിജിലൻസ് തന്നെ കണ്ടെത്തിയിരുന്നു. ഇതോടെ അഴിമതി നിരോധന നിയമപ്രകാരം വി.ഡി. സതീശനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് SP ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. വിദേശ ഫണ്ട് ഇടപാടായതിനാൽ കേന്ദ്ര അനുമതി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി CBI അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകിയിരുന്നെങ്കിലും 1 വർഷം മുൻപ് തന്നെ നിയമവകുപ്പ് ഇത് തള്ളുകയായിരുന്നു. വിജിലൻസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ CBI അന്വേഷണം നിയമപരമായി നിലനിൽക്കില്ല എന്നായിരുന്നു നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ കാര്യമില്ലാത്ത റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇത്തരം ചർച്ചകൾ CPMന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ എന്തായാലും സജീവമാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ UDFന്റെ ആത്മവിശ്വാസം തകർക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ തന്നെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷം ഒരുങ്ങിയെങ്കിലും വിജിലൻസ് റിപ്പോർട്ടിലെ വൈരുദ്ധ്യം എന്തായാലും തിരിച്ചടിയാവുകയാണ്. മണപ്പാട് ഗ്രൂപ്പ് വഴി നടന്ന പണമിടപാടുകളിൽ വി.ഡി. സതീശൻ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ല എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമുള്ള സതീശന്റെ വാദം ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന കണ്ടെത്തലുകൾ. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി വി.ഡി. സതീശൻ വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നും സ്വകാര്യ സന്ദർശനത്തിന് അനുമതി വാങ്ങിയ ശേഷം വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിച്ചുവെന്നും ഇത് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ലംഘനമാണെന്നാണ് ആരോപണം. എന്നാൽ സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നും അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല എന്നും കാണിക്കുന്ന പുതിയ വിജിലൻസ് റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും CBI അന്വേഷണത്തെ ഭയമില്ലെന്നുമാണ് വി.ഡി. സതീശൻ വിഷയത്തിൽ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയപ്രേരിതമായാണ് സർക്കാർ ഇപ്പോൾ ഈ നീക്കം നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞു.